ഇദ്ദേഹമാണ് മലിസീസിയ. ഈ ഒരു വലിയ വനത്തിൽ ഇദ്ദേഹത്തിന് വേണ്ടതെല്ലാം ലഭിക്കുന്നുണ്ട്. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, സുഖജീവിതം തന്നെ. ബട്ട് വെയിറ്റ്, ആരാണ് ഇയാൾ? മലിസീസിയ എന്നത് നമ്മുടെ തലയിൽ ജീവിക്കുന്ന ഒരു തരം ഈസ്റ്റ് അല്ലെങ്കിൽ ഫംഗസ് ആണ്. ഏകദേശം പകുതിയോളം മനുഷ്യരിലും ഈ ആശാൻ താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടാക്കുന്നു. നമ്മുടെ ചർമ്മത്തിൽ കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ച ഉടൻ തന്നെ മലിസീസിയ ഈസ്റ്റ് നമ്മുടെ ശരീരത്തിൽ സ്ഥാനം പിടിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ രോമക്കുഴി ഇത്തരം സൂക്ഷ്മാണുക്കളുടെ പ്രധാന കേന്ദ്രമാണ്, പ്രത്യേകിച്ചും മലിസീഷ്യയുടെ വിഹാര കേന്ദ്രം. കാരണം മലിസീഷ്യയെ ആകർഷിക്കുന്ന സീബം എന്ന എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ ഇവിടെയുണ്ട്. ഈ സീബം നമ്മുടെ മുടിക്ക് ഈർപ്പം നൽകാനും ബലം നൽകാനും സഹായിക്കും എന്ന് കരുതപ്പെടുന്നു. നമ്മുടെ ചർമ്മത്തിലെ പ്രോട്ടീനുകളും എണ്ണകളും ഭക്ഷിക്കാനായാണ് മലിസീസിയ പരിണമിച്ചത്. ധാരാളം സീബം ഉൽപ്പാദിപ്പിക്കുന്ന ഫോളിക്കിൾസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും എണ്ണമയമുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ തല. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് കൂടുതലുള്ള ഭാഗം കൂടിയാണിത്. ഈ ഫംഗസ് നമ്മുടെ തലയോട്ടിയിലെ എണ്ണ ഭക്ഷണമാക്കുമ്പോൾ നമ്മുടെ തലയിൽ താരൻ വരാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയെന്നല്ലേ പറയാം. ഈ സീബം അല്ലെങ്കിൽ തലയോട്ടിയിലെ എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൊണ്ടാണ്. നമ്മുടെ വില്ലനായ മലിസീഷ്യ ഫംഗസ് ഈ ഓയിലിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ പാർട്സ് ആക്കിയാണ് തിന്നുന്നത്. എന്നാൽ ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റിനെ മാത്രമേ മലിസീഷ്യ ഫംഗസ് തിന്നുകയുള്ളൂ. അതുകൊണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഇവിടെ ബാക്കിയാകും. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് തലയോട്ടിയിലെ സ്കിന്നിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഇത് സ്കിന്നിനെ ഡാമേജ് ഉണ്ടാക്കുകയും സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷൻ ബാരിയർ തകരാറിലാക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ജലാംശം എസ്കേപ്പ് ആവുകയും തല ഡ്രൈ ആവുകയും ചെയ്യുന്നു. ഈ ഒരു പ്രശ്നം നമ്മുടെ ശരീരം മനസ്സിലാക്കുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് തലയിൽ ചൊറിച്ചിലും ചെറിയ വീക്കവും ഒക്കെ ഉണ്ടാകുന്നത്. ഡാമേജ് ആയ സ്കിൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ശരീരം പുതിയ കോശങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സാധാരണയായി നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയായ എപ്പിഡെർമിസ് എല്ലാ 2-3 ആഴ്ച കൂടുമ്പോഴും പൂർണ്ണമായി നശിക്കുകയും പുതിയ സെല്ലുകൾ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഇത് വളരെ ചെറിയ സൈസിൽ നടക്കുന്നതിനാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ താരൻ ഉണ്ടാകുമ്പോൾ കേടുവന്ന സ്കിന്നിൻ്റെ ഭാഗം ശരിയാക്കാനായി കോശങ്ങൾ അതിവേഗത്തിൽ ഉണ്ടാകാൻ തുടങ്ങുന്നു. വളരാൻ ആവശ്യമായ സമയം ലഭിക്കാത്തതിനാൽ അവ ഹെയർ റൂട്ടിൻ്റെ ചുറ്റിലും എണ്ണമയമുള്ള കൂട്ടങ്ങളായി ഒട്ടിപ്പിടിക്കുന്നു. ഇവയാണ് പിന്നീട് വെളുത്ത അടരുകളായി കൊഴിഞ്ഞു വീഴുന്ന താരൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫംഗസ് നമ്മുടെ സ്കൾപ്റ്റ് ഓയിൽ ഭക്ഷിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കിൻ പ്രതികരിക്കുകയും ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ്.